ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഒരുപാട് സിനിമകൾ റീമാസ്റ്റേർഡ് വെർഷൻ വരുന്നുണ്ട്. 4K ഡോൾബി അറ്റ്മോസ് റീമാസ്റ്റേർഡ് വെർഷൻ വരുന്നുണ്ട്. റീസെൻ്റ്ലി ദേവദൂതം വന്നു, ഭയങ്കര ഹിറ്റായി. അതിനു മുമ്പ് സ്ഫടികം വന്നിരുന്നു. സോ ഇപ്പോൾ റീമാസ്റ്റർ സിനിമകളുടെ ഒരു കുത്തൊഴുക്കൻ ഇനി വരാൻ കിടക്കുന്നുണ്ട്. രണ്ട് കാരണം കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പടങ്ങൾ വീണ്ടും റീമാസ്റ്റർ ചെയ്യുന്നത്. ഒന്ന്, ഇന്ന് ഇറങ്ങുന്ന സിനിമകൾക്ക് പണ്ടുള്ള സിനിമകളുടെ അത്രയും ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. അതായത് ടെക്നിക്കൽ ക്വാളിറ്റി അല്ല ഞാൻ പറയുന്നത്, കഥ അത്രയും പാട്ടുകൾ അതുപോലുള്ള കാര്യങ്ങളിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ സിനിമകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ ചില സിനിമകൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ്. ഇപ്പോൾ ദേവദൂതൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് തിയേറ്ററിൽ ഇറങ്ങി പരാജയപ്പെട്ട സിനിമയായിരുന്നു. ഒരു സമയത്ത് ഇന്നുള്ള ഓഡിയൻസ് അത് വളരെ എന്താ പറയുക ഭയങ്കരമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഇതിനെ കുറിച്ചൊന്നല്ല പറയാൻ പോകുന്നത്. നമ്മൾ ഈ സിനിമകൾ എങ്ങനെയാണ് 4Kയിലേക്ക് എത്തിക്കുന്നത്. അതായത് വളരെ പണ്ട് കാലത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളായിരിക്കുമല്ലോ, ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ, അന്ന് ഡിജിറ്റൽ ക്യാമറാസ് ഒന്നും അവൈലബിൾ അല്ലാത്ത സമയത്ത് എടുത്തൊരു ചിത്രം എങ്ങനെ ഇന്നത്തെ ടോപ്പ് ക്വാളിറ്റി ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് ഇന്നത്തെ. ഓക്കെ, ഇന്ന് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ റീമാസ്റ്റർ പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ ടേംസുകളൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിലിമുകളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് റീമാസ്റ്ററിങ്ങിൻ്റെ തുടക്കം തന്നെ ഫിലിം എന്നാണ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഒരു ഫിലിം. ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല തിയേറ്ററിൽ എത്തുന്നത്, പക്ഷേ ഇതാണ് ഒരു ഫിലിം റോൾ എന്ന് പറയുന്നത്. സോ ഇത് ഒരു പഴയൊരു സിനിമയുടെ ഫിലിം റോളാണ്. ഐ തിങ്ക് അറബിക്കഥ സ്വർണം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഫിലിം റോളാണത്. അതിൻ്റെ ഫുൾ പടമൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. സോ എൻ്റെ അടുത്തൊരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഒരുപാട് ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളുടെ. സോ ഓരോന്ന് വരുന്നതിനും ഓരോ വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഇങ്ങനെ ആയിരിക്കും ഫിലിം വരിക. ഈ ഫിലിമുകളിൽ രണ്ട് തരം ഫിലിമുകളുണ്ട്. സൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് 35mm എന്ന് പറഞ്ഞിട്ടുള്ള 35mm, അതായത് വിച്ച് ഇസ് പഴയ ടൈപ്പ് ഫിലിം. ഇതാണ് 35mm ഫിലിം. സോ ഇതിൻ്റെ ക്ലോസ് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ സൗണ്ട് ട്രാക്ക്. ഈ ഇവിടെ വിഷ്വൽ വരും, ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് ഇപ്പുറത്താണ്. സോ 35mm എന്നുള്ള ആ ഫിലിം സിനിമ ഓടിക്കുന്ന സമയത്ത് ബേസിക്കലി നമ്മളൊരു അപ്ഗ്രഡേഷൻ എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. മോർ ക്വാളിറ്റി അല്ലെങ്കിൽ വലിയ സ്ക്രീൻ എൻലാർജ് ചെയ്യണം. ഇത് ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കാലക്രമേണ ഈ 35mm എന്നുള്ള ഫിലിം മാറിയിട്ട് 70mm എന്നുള്ളൊരു മെത്തേഡ് വന്നു. സോ ഇന്ന് നമ്മൾ 4K എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് കാലത്ത് 70mm എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നു. സോ 70mm വരുന്ന ഫിലിമിൻ്റെ വലിപ്പം വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഉദ്ദേശിക്കുന്നത് ഈ ഫിലിമിൻ്റെ സൈസാണ്. ഈ 35-70mm എന്ന് പറയുന്ന ഫിലിം സൈസാണ്. ആക്ച്വലി ഇത് 35mm ഫിലിമാണ് കാണാൻ പറ്റും. ഇത് 70mm ഫിലിമാണ്. സോ ഇത് ഒറിജിനൽ ഫിലിമാണ്. കടത്തനാടൻ അമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ ഒറിജിനൽ ഫിലിമാണ്. അതിൻ്റെ ഒരു കട്ടാണിത്. ഓക്കെ, എനിക്ക് ഇത് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ രണ്ടും വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഫിലിംസിൻ്റെ. സോ നമ്മളുടെ വീഡിയോ ഇനി തുടങ്ങുന്നത് രജിസ്ട്രേഷനിലേക്കാണ്. സോ ഫിലിം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നമ്മൾ ഇതിൻ്റെ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഈ പണ്ട് കാലത്ത് എടുത്തിട്ടുള്ള സിനിമകൾ ഇതിൻ്റെ ഫിലിം കുറേ നാൾ കഴിഞ്ഞാൽ കേടുപാട് സംഭവിച്ചു പോകും. ഫിലിമുകൾക്ക് കേടുപാട് സംഭവിക്കാം. ഡിജിറ്റൽ പോലെയല്ല. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിനകത്താണ് കോപ്പി ചെയ്ത് വയ്ക്കുന്നത്. സോ ഡിജിറ്റൽ ഫയൽ ആയതുകൊണ്ട് കംപ്ലയിൻറ്റ് വരില്ല. ഹാർഡ് ഡിസ്ക് ക്രാക്കായി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പ്രോബ്ലം വരുള്ളൂ. സോ പിന്നെ നമുക്ക് അതിൻ്റെ കോപ്പീസ് അവൈലബിൾ ആണ്. പക്ഷേ ഫിലിം എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ കണ്ടന്റ് ആയതുകൊണ്ട് ഈ സാധനം കേടുപാട് വരാൻ സാധ്യതയുണ്ട്. സോ ഇതിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വയ്ക്കുക എന്ന് പറയും. പ്രിസർവ് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നിൽ സൂക്ഷിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. സോ പല സിനിമകളുടെയും ഇപ്പോൾ ഓടി ഹിറ്റായിട്ടുള്ള പല സിനിമകളുടെയും കണ്ടന്റുകൾ ഫിലിമുകൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് പ്രിസർവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകം കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിച്ച് അതിനകത്ത് ഫിലിം ഇറക്കി വെച്ച് ഇത്തരം ഫിലിമുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് സ്റ്റുഡിയോകളുടെ അകത്തൊക്കെ ഒരു പ്രത്യേകം ഏരിയ ലൈബ്രറി തന്നെ ഉണ്ടാവും. അവിടെ ക്ലൈമറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും. സോ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. നമ്മളൊരു ഫിലിം ഇപ്പോൾ എൻ്റെ ഒരു 1980 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കത് പ്രിസർവ് ചെയ്ത് എടുത്തു വയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ പൈസ അടച്ചിട്ട് വേണം അത്. അതിനൊരു ചിലവ് എന്തായാലും ഉണ്ട്. നമ്മൾ ഈ എടുത്തു വയ്ക്കുന്ന പോലെ ഗോൾഡൊക്കെ എടുത്തു വയ്ക്കുന്ന പോലെ തന്നെ ഈ സാധനം പ്രഷ്യസ് ആയിട്ടുള്ള സിനിമകളാണ്.
സോ ഇത് എടുത്തു വയ്ക്കാനായിട്ടൊരു ഒരു എന്താ പറയുക ഒരു ചിലവുണ്ട്. സോ അങ്ങനെ ചിലവ് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്നുണ്ട് തിയേറ്ററുകൾ, മീൻസ് സ്റ്റുഡിയോകൾ. സോ നമ്മൾ റീമാസ്റ്റർ ചെയ്യാനായിട്ട് മുമ്പായിട്ട് ഇന്ന് ചിലപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാവോ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയോ നിലവിൽ ഉണ്ടാവണമെന്നില്ല, പല സിനിമകളിൽ ഉണ്ടാവണമെന്നില്ല. ചില സിനിമകളുടെ കോപ്പറേറ്റ്സ് വേറെ ആൾക്കാരുടെ കയ്യിലേക്ക് ആയിരിക്കും. സോ നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ റീമാസ്റ്റർ ചെയ്യാനായിട്ട് മുമ്പ്, റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സിനിമയുടെ ഇപ്പോഴത്തെ കണ്ടന്റ് ഓണറാണ് ആരാണെന്ന് ഉറപ്പുവരുത്തി അയാളുടെ കയ്യിൽ നിന്ന് നമ്മളതിൻ്റെ ഓതറൈസേഷൻ മേടിച്ചതിന് ശേഷം നമ്മൾ ഈ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റുഡിയോയിൽ പോകുന്നു, അവിടെ അപ്രോച്ച് ചെയ്യുന്നു. ദെൻ ഈ സിനിമയുടെ ഈ പ്രിസർവ് ചെയ്ത പ്രിൻറ്റും പിന്നെ വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റുകളും ശേഖരിക്കും. കാരണം ഒരു സിനിമയുടെ ഒന്നിൽ കൂടുതൽ പ്രിൻറ്റുകൾ ആവശ്യമായിട്ട് വരും. അത് എന്തിനാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ വഴി മനസ്സിലാവുന്നതാണ്. സോ ആദ്യമായിട്ട് ഈ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് ഫിലിം ആദ്യമായിട്ട് അവർ പുറത്തേക്ക് എടുത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യും. അതിനകത്ത് എവിടെയൊക്കെ ഡസ്റ്റ് ഉണ്ട് ഒന്ന് ആ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. അതിനും പ്രത്യേകം കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് മൊത്തത്തിൽ ഫിലിം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളും സ്ക്രാച്ചസ് കാര്യങ്ങൾ കുറേ ഡാമേജ് ഉണ്ടാവും. ഇതൊരു ഫിസിക്കൽ മെറ്റലാകുമ്പോൾ ഇതിനകത്ത് പല സ്ഥലത്തും ഇതിൻ്റെ ഡാമേജ് ഉണ്ടാവും. സോ അത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫുൾ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ എടുക്കുക എന്ന് പറഞ്ഞ സമയം എടുക്കും. കാരണം ഒരു വലിയ 2 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ പടത്തിൻ്റെ ഫിലിം റോൾ എന്ന് പറഞ്ഞാൽ അത്രയും വലുപ്പം ഉണ്ടായിരിക്കും. അത് അത്രയും നീറ്റായിട്ടും ഇതായിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ദ്രവിച്ചിട്ടുണ്ടാവാം. അത് ദ്രവിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യും. കാരണം ആ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ആ ദ്രവിച്ച ഭാഗത്ത് വേറെ പ്ലെയിൻ ആയിട്ടുള്ള ഫിലിം വെച്ച് ഒട്ടിച്ച് ഒക്കെയാണ് അത് റിപ്പയർ ചെയ്യുന്നത്. സോ ആ റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫിലിം പൂർണ്ണമായിട്ടും നമ്മൾ സ്കാൻ ചെയ്യാൻ തുടങ്ങും. സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം സ്കാൻ ചെയ്തെടുക്കും. ഫോട്ടോ പോലെ സ്കാൻ ചെയ്തെടുക്കും. അതായത് അതൊരു വീഡിയോ ആവും മൊത്തത്തിൽ. അതായത് ഫ്രെയിം ബൈ ഫ്രെയിം ഇത് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ ടോട്ടൽ ഒരു വീഡിയോ പോലെയാവും. ഈ ഫുൾ പ്രിൻ്റ് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് ഒരു 2-2.5 മണിക്കൂർ വലുപ്പമുള്ള ഒരു സിനിമ സ്കാനിങ് കംപ്ലീറ്റ് ആവാനായിട്ട് ഏറ്റവും കുറഞ്ഞ 48 മണിക്കൂർ to 50 മണിക്കൂർ വരെ എടുക്കാം. അപ്പോൾ അത് അത്രയും വലിയൊരു പ്രോസസ്സാണ്. ഓക്കെ, സ്കാൻ ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു ഡിജിറ്റൽ കോപ്പിയായി. സ്റ്റിൽ ഇത് നമ്മൾ തിയേറ്ററിൽ ഇപ്പോൾ കാണുന്ന ക്ലാരിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. സോ ആ ക്ലാരിറ്റിയിലേക്ക് എത്തിക്കണം എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഈ ഫയല് പിന്നെ നമുക്ക് DI സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് അതിൽ വരുന്ന മാർക്കുകൾ, സ്ട്രെച്ച് മാർക്കുകൾ, അങ്ങനെയുള്ള എന്തൊക്കെ മാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് മാറ്റം വരുത്താം. ചില സമയങ്ങളിൽ ഈ നമ്മൾ സ്കാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രിൻ്റ് ആയിരിക്കില്ല സ്കാൻ ചെയ്യുക, 5-6 പ്രിൻ്റുകളൊക്കെ സ്കാൻ ചെയ്ത് വയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രിൻ്റുകളുടെയും പല ഭാഗങ്ങളും മോശമായിരിക്കും. സോ ഏതാണോ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് അപ്പോൾ ആ പ്രിൻ്റുള്ള ആ ഭാഗം മാത്രമേ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു സിനിമയിൽ ഒരു 15 മിനിറ്റ് ക്ലിയർലി ആണെന്നിരിക്കും, ഇതേ സിനിമയുടെ അടുത്ത പ്രിൻ്റിൽ 15 മിനിറ്റ് ക്ലിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്കാൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഇതൊക്കെ കൂടി മെർജ് ചെയ്ത് നല്ല നല്ല സീൻസ് ആഡ് ചെയ്ത് ഒരു പൂർണ്ണ രൂപമാക്കി എടുക്കും. ആ സമയത്ത് ഇതിൽ വരുന്ന സ്ക്രാച്ചസും കാര്യങ്ങളും സ്ട്രെച്ച് മാർക്സൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ AI ടൂളുകളുടെ സഹായത്തോടെ മാറ്റാൻ സാധിക്കും. അതിനുശേഷം ഇത് പൂർണ്ണമായപ്പോഴും കളറിൻ്റെ ഒരു വ്യത്യാസം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും പല പഴക്കമുള്ള പ്രിൻ്റുകളായിരിക്കും. സോ എല്ലാം ഒരു കളർ പാറ്റേൺ, കളർ ടോണുകളൊന്നും ആയിരിക്കണമെന്നില്ല. സോ DI സ്റ്റുഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു കളർ സ്കീം അതിന് തിരഞ്ഞെടുക്കും. ഫുൾ സിനിമ ഒരു കളർ സ്കീമിലേക്ക് മാറ്റും. ദെൻ അതൊരു ഫുൾ വിഷ്വലായി നമ്മുടെ കയ്യിലേക്ക് വരും. അതിനുശേഷമാണ് അടുത്ത പ്രോസസ്സ്. നമ്മളത് 4Kയിലേക്ക് എന്താ പറയുക എൻഹാൻസ് ചെയ്യും. അതായത് ആ വിഷ്വൽ ഡാമേജ് ഒന്നും കൂടാതെ വലിപ്പം കൂട്ടുമ്പോൾ ക്ലാരിറ്റി കുറയാതെ നമ്മളത് 4Kയിലേക്ക് എൻഹാൻസ് ചെയ്യും. ഇതേ സെയിം പ്രോസസ്സാണ് ഓഡിയോയ്ക്കും ചെയ്യുന്നത്. പക്ഷേ ഓഡിയോയിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോയിൽ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. സോ ഒരു സിനിമ റീമാസ്റ്റർ ചെയ്യുമ്പോൾ അതിലെ പല രംഗങ്ങളും നമ്മൾ മീൻസ് ഓഡിയോ ഷോട്ട്സുകൾ, ഓഡിയോ സൗണ്ട് ട്രാക്കുകൾ നമ്മൾ ചിലപ്പോൾ റീകമ്പോസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതേ ഇൻസ്ട്രുമെൻ്റ് വെച്ച് റീകമ്പോസ് ചെയ്യേണ്ടി വരും. ഡയലോഗ്സിൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. ഡയലോഗിലൊക്കെ ചിലപ്പോൾ ഒരു സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ നടൻ ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ആളെ കൊണ്ട് ഒന്ന് റീഡബ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ റീഡബ് ചെയ്യിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. മൊത്തത്തിൽ ഈ ഒരു സിനിമ റീമാസ്റ്റർ എടുക്കാൻ ഏറ്റവും കുറഞ്ഞ 1.5-2 വർഷം വരെ കാലതാമസം എടുക്കും. കാരണം നമ്മൾ ഇഞ്ച് ബൈ ഇഞ്ചാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ മാത്രമേ ഇതൊരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുള്ളൂ. സോ ഇത്തരത്തിലാണ് ഒരു സിനിമ റീമാസ്റ്റർ ചെയ്തിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സോ ഇത് ഡിജിറ്റൽ ഫയലായി കഴിഞ്ഞാൽ തന്നെ പിന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ ഇത് ഫിസിക്കൽ ഒരു
ലെവലിൽ ഇരിക്കുന്ന സമയത്ത് ഇത് ഡിജിറ്റലിലേക്ക് മാറ്റാനായിട്ട് ഉള്ള ഒരു സമയമുണ്ടല്ലോ, അതായിരിക്കും കൂടുതൽ കാലതാമസം കൊടുക്കുക. ഡിജിറ്റലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഒരു സിനിമയുടെ റീമാസ്റ്ററിങ് പ്രോസസ്സ് നടക്കുന്നത്. മലയാളത്തിൽ എൻ്റെ അറിവിൽ ഇതിനു മുമ്പ് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് റീമാസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഫിലിം വെർഷനായിരുന്നു, അത് ഡിജിറ്റലിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് നരസിംഹം മൂവിയായിരുന്നു. അത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിലുള്ള ഒരു വ്യക്തി അദ്ദേഹം സ്വന്തമായിട്ട് കാശ് ചെലവ് ചെയ്തിട്ട് എടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ദുബായിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിന് മീറ്റ് ചെയ്തിട്ടുണ്ട്. ആളുടെ പേര് കുട്ടു ശിവാനന്ദൻ എന്നാണ്. സോ അദ്ദേഹം ഒരു സിനിമ മോഹൻലാലിനോടുള്ള ആരാധന മൂത്തിട്ട് എടുത്തിട്ടുണ്ട്, നരസിംഹം. ഐ തിങ്ക് നരസിംഹം റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില ഫാൻ ഷോ കാര്യങ്ങളൊക്കെ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു സിനിമ പൂർണ്ണമായിട്ടും റീമാസ്റ്റർ എടുക്കുന്നത്. ഇത് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കലായിട്ടും ഇതിൽ അത്രയും ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് ആകുന്നു എന്നുള്ളൊരു കാര്യം ആണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പിന്നെ സൗണ്ടിൻ്റെ കാര്യം, ഡോൾബി അറ്റ്മോസ് എന്ന് പറയുമ്പോൾ അന്ന് കാലത്ത് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ടെക്നോളജി ഇല്ല. അപ്പോൾ ഈ ഫിലിമിൽ വന്ന പടങ്ങളുടെ സൗണ്ടുകളൊക്കെ ഒന്നില്ലെങ്കിൽ ഡോൾബി ഡിജിറ്റൽ അല്ലെങ്കിൽ ഡോൾബി SR അല്ലെങ്കിൽ DTS ഇതിലൊക്കെ ആയിരിക്കും സൗണ്ട് ട്രാക്കുകൾ. സോ ഈ സൗണ്ട് ട്രാക്കുകൾ അതിന് വേർതിരിച്ചെടുത്ത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത് ദെൻ അത് കുറച്ച് എൻഹാൻസ് ചെയ്ത് ക്വാളിറ്റി കൂട്ടാൻ അതിൻ്റെ ഈക്വൽ ലെവലൊക്കെ ഒന്ന് മാറ്റം വരുത്തി അറ്റ്മോസിലേക്ക് പ്ലേസ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ അറ്റ്മോസിൽ കാണാൻ ദേവദൂതൻ സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ പല ശബ്ദങ്ങളും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അറ്റ്മോസിൻ്റെ ആംബിയൻസ് കിട്ടാനായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാണാം. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. സോ ഡിജിറ്റലാക്കി കഴിഞ്ഞാൽ സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ ചില സീൻസുകൾ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ബസ് പാടിയും സിനിമ എടുത്ത സിനിമ റിലീസായ സമയത്ത് ഇല്ലാത്ത കുറേ സീനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദേവദൂതൻ വന്നപ്പോൾ സിനിമ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ കമൻറ്റുകളും ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.